ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കും. ചോദ്യപേപ്പർ ചോർന്നതായി ഷുഹൈബ് മൊഴി നൽകി. നിലവിൽ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയാണ് അന്വേഷിക്കുന്നത് എന്ന് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻ പറഞ്ഞു. റിമാൻഡ് ചെയ്യും. റിമാൻഡിന് ശേഷം അവർ പോലീസ് കസ്റ്റഡി വാങ്ങി കൂടുതൽ ചോദിക്കാനുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങും. അതായത് ചോർത്തയായിട്ടുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്, തീർച്ചയായും സമ്മതിക്കുന്നുണ്ട്. ചോർത്തപ്പെട്ട ക്വസ്റ്റ്യൻ അതായത് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ അയാൾ പറയുന്നത്. അല്ല, അയാൾ പറഞ്ഞിരിക്കുന്ന അയാൾ മറ്റുള്ള പ്രതികളുടെ പേരിലാണ് ആരോപിക്കുന്നത്. എങ്കിലും ചോർത്തപ്പെട്ടിരുന്ന പിന്നീട് മനസ്സിലായ അയാൾ സമ്മതിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നിരിക്കുന്നത് ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ക്രിസ്മസ് പരീക്ഷയാണ്. ക്രിസ്മസ് പരീക്ഷയിൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായിട്ടുള്ള വ്യക്തമായിട്ട് തെളിവുകളുണ്ട്. അതിനെപ്പറ്റി തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ട് നമ്മൾ പ്രത്യേക കസ്റ്റഡി വാങ്ങി ചോദിച്ചതിന് ശേഷം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഷുഹൈബ് ഇക്കാര്യം സമ്മതിച്ചിരിക്കുന്നു. ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള കാര്യം ചോദ്യം ചെയ്യലിൽ അയാൾ സമ്മതിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുകയാണല്ലോ. മറ്റു വിവരങ്ങൾ? ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു എന്ന് ഷുഹൈബ് മൊഴി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കും എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ആസൂത്രണം നടത്തി, അതായത് ഗൂഢാലോചന നടത്തി തന്നെയാണ് ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവരല്ലാതെ മറ്റ് ആളുകൾ, അതായത് കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം എന്നൊരു കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ 4 പേരാണ് പ്രതികളായിട്ടുള്ളത്. ചോർച്ചയിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് ഷുഹൈബിൽ നിന്നും അറിയാൻ സാധിച്ചത് എന്നൊരു വിവരം കൂടി പറയുന്നത്. എന്തായാലും ഷുഹൈബിനെ താമരശ്ശേരി കോടതിയിൽ അല്പസമയത്തിനകം ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ ഷുഹൈബിനെ കസ്റ്റഡിയിൽ ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ വെച്ചിട്ടുണ്ട്. അങ്ങനെ കസ്റ്റഡി അപേക്ഷയിൽ ഷുഹൈബിനെ കിട്ടുകയാണെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു കാര്യം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വിനോദ്, ചോദ്യപേപ്പർ ചോർച്ചാ കേസിലാണ് കൂടുതൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത്. ഈ കേസിൽ അറസ്റ്റിലായ ഷുഹൈബ് ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള മൊഴി തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് SP അറിയിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ദിസ്ന.